വിവിനും രചിതയുമെന്ന് ദൈവത്താൽ വിശേഷമായ രീതിയിൽ വിളിക്കപ്പെട്ട് യൽത്താരയുടെ മുമ്പിൽ ശാശ്വതമായ പ്രേമപ്രതിജ്ഞ ചെയ്യുവാൻ വേണ്ടി ഇവർ കടന്നു വന്നിരിക്കുകയാണ്. വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിൽ ജനിച്ചു വളർന്നവരെ ദൈവം തെരഞ്ഞെടുത്ത് വിളിക്കുകയായി. ഇന്ന് വിവനെയും രചിതയും ദൈവം വിളിക്കുന്നത് ഒരു സ്നേഹ കുടുംബത്തിന് രൂപം കൊടുക്കുവാൻ, അതിനായിട്ടുള്ള എല്ലാ ശക്തിയും കഴിവുകളും ദൈവം ഇവർക്ക് നൽകിയിട്ടുണ്ട്. വ്യവസ്ഥയില്ലാത്ത ഒരു സ്നേഹത്തിന് രൂപം കൊടുക്കുവാനായിട്ടാണ് ദൈവത്തെ വിളിക്കുന്നത്. ഒരു കണക്കൂട്ടലുമില്ലാത്ത, വിട്ടുവീഴ്ചകൾക്ക് വിധേയമാകുന്ന, എല്ലാ സാഹചര്യങ്ങളും പുറത്തുന്ന, ക്ഷമിക്കുന്ന, എല്ലാ സാഹചര്യങ്ങളിലും പരിമിതികളിലും അന്യനെ ആദരിച്ചുകൊണ്ട് സുഖദുഃഖങ്ങളെ കാലുവയ്ക്കുന്ന ഒരു മനോഭാവത്തിന്റെ ഉടമകളായിട്ട് ദൈവം ഇവരെ ക്ഷണിക്കുകയാണ്. മനുഷ്യ വലിയൊരു ശക്തി, വലിയൊരു കഴിവ് ആവശ്യമാണ്. പ്രത്യേകിച്ച് വൈവാഹിക ജീവിതം വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആധുനിക മനഃശാസ്ത്രത്തിന് ഈ ശക്തിക്ക് വൈകാരിക ബുദ്ധി എന്നാണ് പറയുന്നത്, ഇമോഷണൽ ഇന്റലിജൻസ്. വൈകാരിക ബുദ്ധിയില്ലാത്ത മനുഷ്യർക്ക് സാമൂഹ്യ ജീവിതം വിജയകരമായിട്ട് നടപ്പിലാക്കുവാൻ സാധ്യമല്ല. ഒരു കുടുംബ ജീവിതത്തിന് ശരിയായ രൂപത്തിൽ നടപ്പിലാക്കുവാൻ അവർക്ക് സാധ്യമല്ല. നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ വൈകാരിക ബുദ്ധിയില്ലാത്ത ഒരു വലിയ വിഭാഗം ആളുകളുണ്ട്. എല്ലാത്തിനും അവർ പൊട്ടിത്തെറിക്കും, യാതൊരു ക്ഷമയുമില്ല. മറ്റുള്ളവരുടെ പരാജയത്തിലും അവരുടെ പ്രശ്നങ്ങളിലും ഒട്ടും ക്ഷമിക്കുവാൻ സന്നദ്ധമാകുന്ന സാഹചര്യം അവരിലുണ്ട്. അങ്ങനെ അവർ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. ഇങ്ങനെയുള്ള മനുഷ്യര് കുടുംബത്തിൽ മാത്രമല്ല അധികാര സ്ഥാനങ്ങളിലേക്ക് കടന്നുകൊള്ളുന്നു. മനുഷ്യബന്ധങ്ങളെ അവർ നശിപ്പിക്കുന്നു. രാജ്യത്തിന്റെ പുരോഗതി അവർ നശിപ്പിക്കുന്നു. അവർക്കൊരു പ്രശ്നമുണ്ട്, അവർക്ക് വൈകാരികമായ കഴിവില്ല, ക്ഷമിക്കുവാനുള്ള കഴിവില്ല, മറ്റുള്ളവരുമായിട്ട് സഹകരിക്കുവാനുള്ള കഴിവില്ല. വൈകാരികമായ കഴിവുണ്ടോ എന്ന് അവർ പരിശോധിക്കും. അവന്റെ ബുദ്ധിശക്തിയല്ല അവർ കൂടുതലും പരിഗണിക്കുന്നത്. അവന് മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെടുവാൻ, സഹിഷ്ണുതയോട് പെരുമാറുവാൻ, എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ടുപോകാനായിട്ടുള്ള വൈകാരികമായ ബുദ്ധിയുണ്ടോ എന്ന് അവർ പരിശോധിക്കുകയാണ്. ആ പരിശോധനയിൽ വിജയിക്കുന്നവരെ മാത്രമേ ഇന്ന് വലിയ പ്രസ്ഥാനങ്ങൾ അവരുടെ ഉന്നത സ്ഥാനങ്ങളിൽ ഇവരെ നിയമിക്കുന്നുള്ളൂ. യുവാജീവിതത്തിലേക്ക് കടന്നു വരുന്ന വിവരം ലളിതയ്ക്കും ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കഴിവ് വൈകാരികമായ കഴിവ് തന്നെയാണ്. അത് അവർക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം അങ്ങനെയുള്ള ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്നാണ് വിവരം രചിതയും കടന്നു വരുന്നത്. അതാണ് ഏറ്റവും വലിയ പാഠം, അതാണ് ഏറ്റവും വലിയ അടിത്തറ. അത് അവർക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് ഇവരുടെ ജീവിതത്തിലേക്ക് യേശു കടന്നു. യേശുവിന്റെ സാന്നിധ്യം എപ്പോഴും ഇവർക്കുണ്ടാകുമെന്ന് നമ്മൾ പ്രത്യാശിക്കുകയാണ്. കാനായിലെ കല്യാണ അവസരത്തിന് വിഷമിച്ച ആ കുടുംബത്തിലേക്ക് യേശു കടന്നു വരികയും വീണ്ടും ജീവന്റെ ഉണർവ് അവർക്ക് നൽകുകയും ചെയ്തു. ജീവിതത്തിന്റെ വീര്യം അവർക്ക് നൽകിക്കൊണ്ട് വീണ്ടും അവിടെ സന്തോഷമുണ്ട്. അവർ യേശുവിനെ വിളിച്ചിരുന്നു. യേശുവിനെ വിളിച്ചപ്പോൾ യേശുവിന്റെ ഇടപെടൽ അവിടെ ഉണ്ടായി. എനിക്ക് ഈ അവസരത്തിന് ജീവനോടും രചിതയോടും പറയുവാനുള്ളത്, നിങ്ങളുടെ ജീവിതം സന്തോഷപൂർണ്ണമായിരിക്കും. അതുപോലെ നിങ്ങൾ ജീവിതത്തില് നിരവധി പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ മനുഷ്യർക്കും അത് അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ ആ സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച് വീര്യം നഷ്ടപ്പെടുന്ന അവസരങ്ങളിൽ, ദുഃഖങ്ങൾ വരുന്ന അവസരങ്ങളിൽ
നിങ്ങൾ യേശുവിനെ വിളിക്കണം. നിങ്ങളുടെ കുടുംബത്തിലേക്ക്, നിങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് മടിക്കാതെ, ഒരു പ്രയാസവും കാട്ടാതെ നിങ്ങൾ യേശുവിനെ ക്ഷണിച്ചു വരുത്തുവാനും യേശുവിന്റെ അനുഗ്രഹങ്ങൾ പ്രാർത്ഥിക്കുവാനും നിങ്ങൾ ശ്രമിച്ചതാകും. പരിശുദ്ധ കന്യാമറിയത്തെ പോലെ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിക്കുന്ന ഒരു വ്യക്തിയായി തീർന്നതില്ല. മറിയത്തെക്കുറിച്ച് നമുക്ക് പറയാവുന്ന ഏറ്റവും വലിയ സവിശേഷതകൾ ഒരു ചിന്തിക്കുന്ന വ്യക്തിയെ, ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളെയും വിലയിരുത്തിക്കൊണ്ട് ധ്യാനിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ജീവിതത്തിൽ സമാധാനം കണ്ടെത്താൻ സാധിക്കും. ജീവിതത്തിന്റെ എല്ലാ നിർണായക നിമിഷങ്ങളിലും പ്രതിസന്ധികളിലും മറിയത്തെ പോലെ ജീവിതത്തെ വിലയിരുത്തുവാനും ധ്യാനിക്കുവാനും ഹൃദയത്തിലെല്ലാം സംഗ്രഹിച്ചുകൊണ്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിട്ട് എന്നും വളരുവാനും അങ്ങനെ നല്ലൊരു കുടുംബത്തിൽ നയിക്കുവാനും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇവനോട് എനിക്ക് പറയുവാനുള്ളത്, വിശുദ്ധ അവസ്ഥ ഒരു നീതിമാനായിട്ട് ജീവിക്കുക, എല്ലാവരോടും നീതി പുലർത്തുന്ന, പ്രത്യേകിച്ച് സ്വന്തം ഭാര്യയോട് ആദരവ് കാണിച്ചുകൊണ്ട് എല്ലാ സാഹചര്യങ്ങളിലും ഈ ഭാര്യയെ ഉൾക്കൊള്ളുവാനും സ്നേഹിക്കുവാനും ആദരിക്കുവാനും ഒരു വ്യക്തിയായിട്ട് നല്ലൊരു കുടുംബവാനും സന്നദ്ധനാകണം. കുടുംബത്തോട് മാത്രമല്ല, എല്ലാ മനുഷ്യരോടും നീതി പുലർത്തുന്ന, നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന, സത്യത്തിനോട് നിലകൊള്ളുന്ന ഒരു വ്യക്തിയായിട്ട് മാറുവാൻ പരിശ്രമിക്കുക. അങ്ങനെ തിരുക്കുടുംബത്തിന്റെ മാതൃക നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കട്ടെ, നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വന്നുപോയ ആദരിച്ച് ഈ ബലി വിവരം വിരുദ്ധയ്ക്ക് വേണ്ടി അർപ്പിച്ചുകൊണ്ട് നമുക്ക്